എല്ലാവർക്കും നമസ്കാരം. +2 മൈക്രോ എക്കണോമിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഉപഭോക്താവിന്റെ പെരുമാറ്റ സിദ്ധാന്തം എന്ന് പറയുന്ന ദ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന ഏറ്റവും രസകരമായിട്ടുള്ള ഒരു ചാപ്റ്ററിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും മൈക്രോ എക്കണോമിക്സിലെ സെക്കൻഡ് ചാപ്റ്ററും മാക്രോ എക്കണോമിക്സിലെ സെക്കൻഡ് ചാപ്റ്ററിലാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ആവർത്തിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ദീർഘമേറിയ രണ്ട് ക്ലാസ്സുകളാണ് മൈക്രോ എക്കണോമിക്സിലെയും മാക്രോ എക്കണോമിക്സിലെയും സെക്കൻഡ് ചാപ്റ്ററുകൾ. അപ്പോ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പറഞ്ഞിരുന്നതിന്റെ ബാക്കിയായിട്ടാണ്. ഡിമാൻഡ് പറഞ്ഞിരുന്നു, ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പറഞ്ഞു, ദ ലോ ഓഫ് ഡിമാൻഡ് പറഞ്ഞു, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പറഞ്ഞു, അതിന്റെ മെഷർമെന്റുകൾ പറഞ്ഞു. ഇനി അടുത്തൊരു ഭാഗമാണ് ഇനി ഡിമാൻഡ് കർവുകളിൽ ഉണ്ടാകുന്ന ചേഞ്ചുകളാണ്. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് അതാണ്. എക്സാമിന് വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്, അല്ലാതെയും ചോദിക്കുന്ന ചോദ്യമാണ് ഈ പറയപ്പെടുന്ന ഞാൻ ബോർഡിൽ വരച്ചു വെച്ചിട്ടുള്ള മുഴുവനായിട്ടുള്ള കാര്യം. അപ്പോ ചേഞ്ചസ് ഇൻ ഡിമാൻഡ് കർവ് രണ്ട് രീതിയിലാണ് ഡിമാൻഡ് കർവിൽ ചേഞ്ചുകൾ വരിക. ഒന്നാമത്തേത് മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ്, ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് കർവ്. അങ്ങനെ രണ്ട് രീതിയിലാണ് ചേഞ്ചുകൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പറഞ്ഞിരുന്നു. ഏതൊക്കെയായിരുന്നു ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ? ഒന്നാമത്തത് പ്രൈസ്, രണ്ടാമത്തത് ഇൻകം ഓഫ് ദ കൺസ്യൂമർ, മൂന്ന് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ലാസ്റ്റ് പാസ്റ്റ്. അങ്ങനെ 4 ഘടകങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നു. അതാണ് ഈ ചേഞ്ച്. ഈ 4 കാര്യങ്ങളാണ് ഡിമാൻഡ് കർവിനെ ചേഞ്ച് ആക്കുന്നത് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോ ഒന്നാമത്തത് മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ്. മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ് ചേഞ്ചുകൾ വരിക. ഒന്ന് എക്സ്പാൻഷനും രണ്ടാമത് കോൺട്രാക്ഷനും. അപ്പൊ എന്താണ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലയിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഫലമായി ഡിമാൻഡിൽ വരുന്ന വർധനവിനെയാണ് എന്ത് പറയാ, എക്സ്പാൻഷൻ എന്ന് പറയാം. പിയിൽ നിന്ന് P1 ആയിട്ട് ക്യാഷ് എന്ത് ചെയ്തു, കുറഞ്ഞു. എന്നാൽ ഡിമാൻഡ് എന്ത് സംഭവിച്ചു, Qയിൽ നിന്ന് Q1 ആയിട്ട് വർധനവ് സംഭവിച്ചു. ഇതിനെയാണ് എന്ത് പറയാ, എക്സ്പാൻഷൻ എന്ന് പറയാ. പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഫലമായിട്ട് ഡിമാൻഡിൽ വരുന്ന വർധനവിനെയാണ് എന്ത് പറയാ, ഡിമാൻഡിൽ വരുന്ന വർധനവിന് പറയുന്ന ചേഞ്ച് ആണ്. അതായത് ഇത്രയായിരുന്നു ഡിമാൻഡ് ഉണ്ടായിരുന്നത്, എന്ത് ചെയ്തു, പ്രൈസ് കുറഞ്ഞതിന്റെ ഫലമായിട്ട് ഡിമാൻഡ് കൂടി, ഇപ്പൊ ഡിമാൻഡ് മാറി. അപ്പോ ഇതാണ് ഡിമാൻഡിൽ വന്ന മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ് എന്ന് പറയുന്ന എക്സ്പാൻഷനിൽ വരുന്ന ചേഞ്ച്. അടുത്തതാണ് കോൺട്രാക്ഷൻ. കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്. പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഫലമായിട്ട് ഡിമാൻഡിൽ വന്ന കുറവിനെയാണ് എന്ത് പറയാ, ഈ പറയപ്പെടുന്ന കോൺട്രാക്ഷൻ എന്ന് പറയാ. അപ്പോ പിയിൽ നിന്ന് P1 ആയിട്ട് ക്യാഷ് കൂടിയതിന്റെ ഫലമായിട്ട് ഡിമാൻഡ് എന്ത് ചെയ്തു, ഇത്രയാണ് ഡിമാൻഡ് ഉണ്ടായിരുന്നത്, എന്ത് ചെയ്തു, പിയിൽ നിന്ന് ഇത്രയാണ് ഡിമാൻഡും പ്രൈസുമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പിയിൽ നിന്ന് P1 ആയിട്ട് ക്യാഷ് കൂടിയതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു, ഡിമാൻഡ് കുറഞ്ഞു. ഈ ഡിമാൻഡിൽ വന്ന കുറവിന് പറയുന്ന പേരാണ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. അഥവാ പ്രൈസിൽ ഉണ്ടായ മാറ്റത്തിന്റെ ഫലമായിട്ട് ഡിമാൻഡിൽ വന്ന കുറവിനെയാണ് എന്ത് പറയാ, ഈ കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. അതാണ് ഇത്രയും മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവിൽ രണ്ടെണ്ണമാണ് പറയുന്നത്, കോൺട്രാക്ഷനും ആൻഡ് എക്സ്പാൻഷനും. അങ്ങനെ രണ്ട് കാര്യങ്ങൾ. ഇനി അടുത്തതാണ് ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് കർവ്. ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലയേതര ഘടകങ്ങൾ എന്ന് പറയുന്നത്, അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നത് പ്രൈസ് എന്ന് പറയുന്നതിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞിരുന്നത്. പ്രൈസ് ഏതിനുമായി ബന്ധപ്പെട്ടാണ്, മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവുമായി ബന്ധപ്പെട്ടിട്ട് മാത്രമാണ് ചേഞ്ച് വരുന്നത്. എന്നാൽ പ്രൈസ് അല്ലാത്ത മറ്റു ഘടകങ്ങൾ ഏതൊക്കെ, ഇൻകം ഓഫ് ദ കൺസ്യൂമർ, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് ആൻഡ് ടാക്സ്, ഈ 3 ഘടകങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ഈ 3 കാര്യങ്ങൾ കൊണ്ട് 3 ഘടകങ്ങളിൽ വന്ന മാറ്റങ്ങൾ കൊണ്ട് ഡിമാൻഡിൽ വന്ന വർധനവും അതുപോലെ തന്നെ ഡിമാൻഡിൽ വന്ന കുറവിനുമാണ് എന്ത് പറയാ, ഈ പറയുന്ന ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഒന്നാമത്തേതാണ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് കർവ്. പ്രൈസേതര ഘടകങ്ങളായിട്ടുള്ള ഇൻകം ഓഫ് ദ കൺസ്യൂമർ, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ടാക്സ്, ഈ 3 കാര്യങ്ങളിൽ വരുന്ന മാറ്റം കൊണ്ട് ഡിമാൻഡിൽ വരുന്ന വർധനവിനെയാണ് എന്ത് പറയാ, ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയാ. ഇൻക്രീസ് ഇൻ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് പ്രൈസ്, ഉദാഹരണത്തിന് ഇത്രയും ഡിമാൻഡ് ആണ് സംഭവിച്ചത്, അതിന് നമ്മൾ എന്ത് ചെയ്തു, ഡിമാൻഡ് D എന്ന് പേര് കൊടുത്തു. അപ്പൊ പ്രൈസേതര പ്രവർത്തനങ്ങൾ എന്താ, ഇൻകം ഓഫ് ദ കൺസ്യൂമർ, നമ്മുടെ കയ്യിലുള്ള ക്യാഷ് എന്ത് ചെയ്തു, ക്യാഷ് കൂടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ വാങ്ങുന്ന സാധനങ്ങളുടെ എണ്ണം വർദ്ധിക്കും. അപ്പോൾ ഈ ഇൻകം ഓഫ് ദ കൺസ്യൂമർ, നമ്മുടെ പ്രൈസ് എന്ത് ചെയ്തു, നമ്മുടെ കയ്യിലുള്ള വരുമാനം കൂടിയതിന്റെ ഫലമായിട്ട് ഡിമാൻഡ് കൂടി. അപ്പോൾ ഡിമാൻഡ് ഇങ്ങനെ കൂടി കഴിഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു, പ്രൈസിൽ ഏതായാലും മാറ്റമൊന്നുമില്ല, പ്രൈസിൽ മാറ്റമില്ലാത്തതുകൊണ്ട്
ഡിയിൽ നിന്ന് D1 ആയിട്ട് എന്ത് ചെയ്തു, അത് ചാടി. അതാണ് ഷിഫ്റ്റ്, അതാണ് ചാട്ടം എന്ന് പറയുന്നത്. ഡിയിൽ നിന്ന് D1 ആയിട്ട് എന്ത് ചെയ്തു, റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ആയി. അപ്പോൾ അതാണ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. അഥവാ പ്രൈസേതര ഘടകങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഫലമായി ഡിമാൻഡിൽ വന്ന ഇൻക്രീസിനെയാണെന്ന് പറയാ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഡിക്രീസ് ഇൻ ഡിമാൻഡ് കർവ്. ഡിക്രീസ് ഇൻ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് പ്രൈസേതര ഘടകങ്ങളായിട്ടുള്ള ഇൻകം ഓഫ് ദ കൺസ്യൂമർ, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ടേസ്റ്റ്, ഈ മൂന്നാലൊരു ഘടകങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം കൊണ്ട് എന്ത് സംഭവിക്കുക, ഡിമാൻഡിൽ വരുന്ന കുറവിനെയാണ് എന്ത് പറയാ ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയാ. അപ്പോ ഉദാഹരണത്തിന് പി എന്ന് പറയുന്ന എത്ര രൂപക്ക് ഇത്രയ്ക്കും ഡിമാൻഡ് ആണ് സങ്കല്പിച്ചത്. അത് നമ്മൾ ഇത് ഡി എന്നുള്ളൊരു രേഖപ്പെടുത്തി. എന്ത് ചെയ്തു, അവിടുത്തെ ഫുഡിന് എന്ത് ചെയ്ത് ടേസ്റ്റ് കുറഞ്ഞു. അതാണല്ലോ ടേസ്റ്റിൽ വന്ന മാറ്റം. ടേസ്റ്റ് കുറഞ്ഞു. ടേസ്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, ആളുകളൊക്കെ അതിന്റെ ഇത് കിട്ടിയിരുന്ന ഫുഡ് എന്ത് ചെയ്തു, ഈ ഒരു ഷോപ്പിലുള്ള ആളുകൾ ഫുഡ് കഴിക്കാതെ അപ്പുറത്തുള്ള ഷോപ്പിലേക്ക് ഫുഡ് നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് ഉള്ള സ്ഥലങ്ങളിലേക്ക് പോകും. അപ്പൊ ഡിയിൽ നിന്ന് D1 ആയിട്ട് എന്ത് ചെയ്തു, ചാട്ടം സംഭവിച്ചു. ചാട്ടം സംഭവിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു, ലെഫ്റ്റ് സൈഡിലേക്കാണ് മാറിയത്. ലെഫ്റ്റ് സൈഡിലേക്ക് മാറിയതിന്റെ ഫലമായിട്ട് ഡിമാൻഡ് കുറഞ്ഞു എന്നുള്ളതാണ് ഡിക്രീസ് ഇൻ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഒന്നുകൂടി ഒന്ന് ആവർത്തിക്കുക. ഷിഫ്റ്റ് ചേഞ്ചസ് ഇൻ ഡിമാൻഡ് കർവ് രണ്ട് രീതിയിലാണുള്ളത്. ഒന്ന് മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ് ആൻഡ് ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് കർവ്. അപ്പൊ മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ്, എക്സ്പാൻഷനും ആൻഡ് കോൺട്രാക്ഷനും. എക്സ്പാൻഷൻ എന്ന് പറയുന്നത് പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഫലമായിട്ട് ഡിമാൻഡിൽ വരുന്ന വർധനവിനെയാണ് എന്ത് പറയാ, എക്സ്പാൻഷൻ എന്ന് പറയാ. കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഫലമായിട്ട് ഡിമാൻഡിൽ വരുന്ന കുറവിനെയാണ് എന്ത് പറയാ, കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് കർവിൽ വരുന്ന ഇൻക്രീസ് ഇൻ ഡിമാൻഡ് കർവും ആൻഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡ് കർവും. ഇൻക്രീസ് ഇൻ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് പ്രൈസേതര ഘടകങ്ങളായിട്ടുള്ളതിൽ വരുന്ന മാറ്റം കൊണ്ട് ഡിമാൻഡിൽ വരുന്ന വർധനവിനെയാണെന്ന് പറയാം, ഇൻക്രീസ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. പി ഇത്രക്കും ഡിമാൻഡാണ് സംഭവിച്ചിരുന്നത് എന്ന് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു, നമ്മുടെ കയ്യിലുള്ള വരുമാനം കൂടിയ സമയത്ത് സ്വാഭാവികമായിട്ടും ഡിമാൻഡ് സാധനങ്ങൾ എന്ത് ചെയ്തു, കൂടുതലായിട്ട് വാങ്ങുന്നു. അപ്പൊ ഡിയിൽ നിന്ന് D1ലേക്ക് ചാട്ടം പോയി. ആ ചാട്ടം എന്ന് പറയുന്നവരാണ് ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് കർവ് അഥവാ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് കർവ്. അടുത്തതാണ് രണ്ടാമത് ഡിക്രീസ് ഇൻ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് പ്രൈസേതര പ്രവർത്തനങ്ങളിൽ ഉണ്ടായ മാറ്റത്തിന്റെ ഫലമായിട്ട് ഡിമാൻഡിൽ ഉണ്ടായ കുറവിനെയാണെന്ന് പറയാ ഡിക്രീസ് ഇൻ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. പിയിൽ നിന്ന് ഇത്രക്കും ഡിമാൻഡാണ് സങ്കല്പിച്ചിരുന്നത്. എന്നാൽ അതിൽ നിന്ന് ഉദാഹരണത്തിന് നമ്മുടെ ഇൻകം ഓഫ് ദ കൺസ്യൂമർ എന്ത് ചെയ്തു, വരുമാനം എന്ത് ചെയ്തു, കുറഞ്ഞു. വരുമാനം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ വാങ്ങിയിരുന്ന സാധനങ്ങളിൽ നിന്ന് സാധനങ്ങൾ കുറക്കുന്നതാണ്. രണ്ടാമത് ഡിയിൽ നിന്ന് D1 ആയിട്ട് എന്ത് ചെയ്തു, ഡിമാൻഡിന്റെ കർവ് ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ആയി. ഓക്കെ, എല്ലാവർക്കും ഈ ഒരു ലെസൺ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ച് എല്ലാവർക്കും നന്ദി, നമസ്കാരം.